കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് എവ്രിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ BSOC 108 ആണ്. ഇത് BA സോഷ്യോളജിയുടെ സെക്കൻഡ് ഇയർ കോർ പേപ്പർ ആണ്. BSOC 108 ഇക്കണോമിക് സോഷ്യോളജി PYQA അൾട്ടിമേറ്റ് അനാലിസിസ് ഫോർ T preparation June 2026. ബിഫോർ യു ബിഗിൻ, എന്തൊക്കെയാണ് ഈ ഒരു PYQA അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. This PYQA previous year question paper ultimate analysis for BSOC 108 economic sociology is built from a detailed analysis of 8 term and examination papers June 2022 to December 2025, cross-referred with the official SLM 13 units across 4 blocks, 179 pages and the 2025-26 assignments. So, ഈ ഒരു PYQA അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് വളരെ ബ്രീഫായിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, BSOC 108 എക്കണോമിക് സോഷ്യോളജി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ 8 ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു PYQA അനാലിസിസ് ആണ് ഇത്. ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ 4 ബ്ലോക്കിൽ നിന്ന് 13 യൂണിറ്റ് ഉൾക്കൊണ്ടിട്ടുള്ള 175 പേജ് അടങ്ങുന്ന SLM അഥവാ സെൽഫ് ലേണിംഗ് മെറ്റീരിയലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025-26 വർഷത്തിലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Every question, frequent count and blueprint in this document traces directly to these source materials. Use it to identify what the examiners repeatedly test, how to allocate your study time and how to write answers that score well. So, ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും കൂടാതെ എങ്ങനെ നിങ്ങൾ എക്സാം എഴുതണമെന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യു വിൽ ഫൈൻഡ് ദ എക്സാം പാറ്റേൺ. ഈ ഒരു ഡെക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത്, ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പ്, ക്യൂറേറ്റഡ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, സോ റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, കൂടാതെ ടു ഫുൾ പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ടൂൾ കിറ്റും കൂടെ നമ്മൾ ഇതിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെദർ യു ആർ സ്റ്റാർട്ടിംഗ് ഫ്രഷ് ഓർ റിവൈസിംഗ് ബിഫോർ ദി എക്സാം, ദിസ് ഗൈഡ് വിൽ ഹെൽപ്പ് യു ഫോക്കസ് യുവർ പ്രിപ്പറേഷൻ വെർ ഇറ്റ് മാറ്റേഴ്സ് മോസ്റ്റ്. സോ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പാസ് മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതിന്റെ പാത്ത് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പം ജസ്റ്റ് റിവിഷൻ പോകുന്ന ലേണേഴ്സിനും അതോടൊപ്പം തന്നെ തുടക്കക്കാർക്കും ഒന്നും പഠിക്കാത്ത ലേണേഴ്സിനും കൂടി ഈ ഒരു PYQA വെരി ഹെൽപ്ഫുൾ ആയിരിക്കും. Stay calm, stay focused. Your preparation is a process, not a panic. Let us walk through this together. നമുക്ക് ഒരുമിച്ച് ഈ ഒരു PYQA അനാലിസിസിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാവുന്നതാണ്. ഹൗ ടു യൂസ് ദിസ് ഡെക്ക്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഡെക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ആദ്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ഏതൊരു വേയിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ഏതൊരു സിറ്റുവേഷനിലാണ്. സോ എല്ലാം പഠിച്ച ലേണേഴ്സ് ഉണ്ടാകും, റിവിഷൻ ചെയ്യുന്ന ലേണേഴ്സ് ഉണ്ടാകും, ഒന്നും അറിയാതെ നോക്കി നിൽക്കുന്ന ലേണേഴ്സ് ഉണ്ടാകും. സോ എല്ലാവർക്കും ഈ ഒരു PYQA വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് പഠിച്ചവർക്ക് നിങ്ങൾക്ക് നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒന്നും പഠിക്കാത്തവർക്ക് പാസ് മാർക്കെങ്കിലും കിട്ടാനുള്ള ഒരു മാർക്സ് ഈ ഒരു PYQAയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പാർട്ട് 1 എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ് ആണ്. 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക്
അത്യാവശ്യം ഒരു പാസ് മാർക്ക് ഉണ്ടാക്കാം. ഫോർ സ്റ്റുഡൻറ് ഹു ആർ സ്റ്റാർട്ടിങ് വെരി ലേറ്റ് ആൻഡ് നീഡ് മാക്സിമം മാർക്സ് വിത്തിൻ മിനിമം എഫേർട്ട്. സോ അവർ പോകേണ്ടത് എങ്ങനെയാണ്? ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് ഓൺലി 3 stars വരുന്ന യൂണിറ്റ്സിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആ യൂണിറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ യൂണിറ്റ് നമ്പർ 1 സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി, യൂണിറ്റ് 2 ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റിവിസം, യൂണിറ്റ് 4 റെസിപ്രോസിറ്റി and gift, unit 5 exchange and money, and unit 11 socialism. These 5 units alone can cover all 5 required answers. പാർട്ട് നമ്പർ 2 ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാർട്ട് 2 ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നവർക്കാണ്. 1 to 2 weeks for students who have some familiarity with the material and want a reliable score. Cover all 3-star units first, unit 1, 2, 4, 5, 11, and then 3 stars ഉള്ള യൂണിറ്റ്സ് ഫോക്കസ് ചെയ്യാം. യൂണിറ്റ്സ് 3, 7, 8, 9, 10, 13. This gives you coverage for virtually any combination the examiner can set. പാർട്ട് 3 കോംപ്രഹെൻസീവ് മാസ്റ്ററി ആണ്. 3 മുതൽ 4 ആഴ്ചയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം. ഫോർ ബീങ് എയിം ഫോർ എ top score who want a complete coverage, read every unit of the SLM systematically, all 13 units across 4 blocks. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ബ്ലോക്കിൽ നിന്നായിട്ട് 13 യൂണിറ്റ്സ് ഉണ്ട്. സോ അത്രയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പാർട്ട് 3യിലുള്ള ലേണേഴ്സ് use the high yield map to prioritize reading order. Starts with 3-star units, then 2-star, then 1-star. Exam pattern and question paper structure based on analysis of PYQs for BSOC 108. എക്സാം അറ്റ് ഗ്ലാൻസ്. എങ്ങനെയാണ് ഒരു ഗ്ലാൻസിൽ എക്സാം എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കുവാണ്. 100 മാർക്സിനാണ് നിങ്ങൾക്ക് എക്സാം. 3 hours ഓഫ് ഡ്യൂറേഷൻ ആണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്കായിട്ട് വരുന്നത്. കീ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 20 marks and requires approximately 400 words to 500 words. This pattern has been absolutely consistent across all 8 sessions, June 2022 to December 2025. So നിങ്ങൾക്ക് 8 സെഷനിൽ നിന്ന്, അതായത് ജൂൺ 22 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്കാണ്. സോ ടോട്ടൽ 100ലാണ് മാർക്സ് വരുന്നത്. 3 hours ആണ് ഡ്യൂറേഷൻ വരുന്നത്. സെക്കൻഡ്, there are no compulsory questions. All 8 questions are of equal weight, giving student full choice. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 questions ആണ് നിങ്ങൾ ഈ 8 ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. No internal choice within question. Each question is a single self-contained prompt. So ഒരു ഇന്റേണൽ ചോയ്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ്. എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എക്സാം പേപ്പർ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ഡൗൺ ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്സ് ബേസ്ഡ് ഓൺ റീസെന്റ് പാറ്റേൺസ് ആണ്. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 1 ആണ്. 30% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ പിന്നീട് വരുന്നത് ഫസ്റ്റ് വരുന്നത് ബ്ലോക്ക് നമ്പർ 3 ആണ്, 35%. ബ്ലോക്ക് നമ്പർ 1 ആണ് 30%, സെക്കൻഡ് 1 ആയിട്ട് വരുന്നത്. ദെൻ ബ്ലോക്ക് നമ്പർ 2 ആണ് 20% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ദെൻ ലാവൻഡർ ഷെയ്ഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ 4 ആണ്, കണ്ടംപററി ഇഷ്യൂസ് ആണ്. സോ മൂവിങ് ടു highest percentage 35% ആണ്. ബ്ലോക്ക് നമ്പർ 3 പ്രൊഡക്ഷൻ സിസ്റ്റംസ് ആണ് 35% ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് നമ്പർ 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി ആണ്. 30% ആ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ ബ്ലോക്ക് നമ്പർ 2 ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. 20% ക്വസ്റ്റ്യൻസ് ആണ് ആ ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. 15% ആണ് ബ്ലോക്ക് നമ്പർ 4ൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. കണ്ടംപററി ഇഷ്യൂസ് ആണ് 15%. ഹൈ yield സിലബസ് മാപ്പ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് കാറ്റഗറൈസ്ഡ് ബൈ എക്സാം ഫ്രീക്വൻസി, ഫോക്കസ്, വെർ ഇറ്റ് കൗണ്ട്സ്. ടയർ സിസ്റ്റം ആണ്. 3 ടയറിംഗ് സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ yield ആണ്. അപ്പിയറൻസ് in almost every sessions, critical for passing.
ദെൻ മീഡിയം ഈൽഡ് യെല്ലോ അഥവാ ഗോൾഡൻ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ, അതായത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ലോ ഈൽഡ് എന്ന് പറയുന്നത് അപ്പിയർസ് ഒക്കേഷണലി, വല്ലപ്പോഴും മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലോ ഈൽഡ് കാറ്റഗറിയിൽ 1 സ്റ്റാർ കൊടുത്തിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഗുഡ് ഫോർ കോംപ്രഹെൻസീവ് കവറേജ് ആണ്. അലോക്കേറ്റ് സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 50% നിങ്ങൾ 3 സ്റ്റാർസിനും 30% ടൈം നിങ്ങൾ 2 സ്റ്റാർസിനും അതോടൊപ്പം തന്നെ 20% നിങ്ങൾ 1 സ്റ്റാർ അഥവാ ലോ ഈൽഡ് ക്വസ്റ്റ്യൻസിനുമാണ് കൊടുക്കേണ്ടത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക്, യൂണിറ്റ് ടൈറ്റിൽ, ഫ്രീക്വൻസി, ലേറ്റസ്റ്റ് ഇയർ ചോദിച്ചിട്ടുള്ളത് ആൻഡ് ടയർ ആണ്. നമ്മൾ ഒരു ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബ്ലോക്ക് 1, യൂണിറ്റ് 1 സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി. ഫ്രീക്വൻസി വരുന്നത് 7 ടൈംസ് ആണ്, 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് 2 ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റിവിസം. 5 ആണ് വരുന്നത് ഫ്രീക്വൻസി. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർസ് ആണ്. ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് 3 ന്യൂ ഇക്കണോമിക് സോഷ്യോളജി. 4 ആണ് ഫ്രീക്വൻസി വരുന്നത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 2 സ്റ്റാർസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് 4 റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ്. 5 ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2024 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് 5 എക്സ്ചേഞ്ച് ആൻഡ് മണി. ഫ്രീക്വൻസി 5 ആണ് വരുന്നത്. ഡിസംബർ 2024 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർസ് ആണ്. ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് 6 ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്. 3 ടൈം ആണ്, 3 തവണയാണ് ലേറ്റസ്റ്റ് ഫ്രീക്വൻസി കാണിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ജൂൺ 2025 2 സ്റ്റാർസ് അഥവാ മീഡിയം ഈൽഡ് ആണ് ആ ക്വസ്റ്റ്യന് വരുന്ന ടയർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ദെൻ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് 7 പാസ്റ്റോറലിസ്റ്റ് ആൻഡ് ഹോർട്ടികൾച്ചറിസ്റ്റ്. 4 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 2 സ്റ്റാർസ് ആണ്. ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് 8 ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. 4 ടൈം ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ഡിസംബർ 2025 2 സ്റ്റാർസ് ആണ് കാണിച്ചിട്ടുള്ളത്. ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് 9 പെസന്റ് എക്കോണമി ആണ്. ഫ്രീക്വൻസി 4 ആണ് കാണിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത്. 2 സ്റ്റാർസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് 10 ക്യാപിറ്റലിസം. ഫ്രീക്വൻസി 3 ആണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത്. 2 സ്റ്റാർസ് ആണ് നൽകിയിട്ടുള്ളത്. ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് 11 സോഷ്യലിസം. 6 ടൈം ആണ് ഫ്രീക്വൻസി കാണിച്ചിട്ടുള്ളത്. 6 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. സോ ഡിസംബർ 2025 ലേറ്റസ്റ്റ്, അതായത് റീസെന്റ് ആയിട്ടുള്ള എക്സാമിനും ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. 3 സ്റ്റാർസ് അഥവാ ഹൈ ഈൽഡ് ആണ്, ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് നമ്പർ 4 യൂണിറ്റ് 12 സോഷ്യൽ ഡെവലപ്മെന്റ്. ഫ്രീക്വൻസി 2 ആണ് കാണിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ഒരു തവണയാണ് കാണിച്ചിട്ടുള്ളത്, പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് നമ്പർ 4 യൂണിറ്റ് 13 ഗ്ലോബലൈസേഷൻ. ഫ്രീക്വൻസി 4 ആണ്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആണ്. PYQ ഫ്രീക്വൻസി ഇൻ ഹീറ്റ് മാപ്പ് ആണ്. ഹൈ ഈൽഡ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡാർക്ക് അഥവാ ഡാർക്ക് ഓറഞ്ചിലാണ്, ഡാർക്ക് റെഡ് അഥവാ ഓറഞ്ചിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മീഡിയം ഈൽഡ് യെല്ലോ അഥവാ ഗോൾഡനിലും, ലോ ഈൽഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് ലൈറ്റ് ബ്ലൂവിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സൈഡിൽ ഫ്രീക്വൻസി ഇൻ PYQ 0 to 7 ആണ് കൊടുത്തത്. താഴെ SLM യൂണിറ്റ്സ് ആണ് 1 to 13, 13 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. സോ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹൈ ഈൽഡ് ആയിട്ട് വരുന്ന യൂണിറ്റ്സ് ഏതാണെന്ന് നോക്കാം. യൂണിറ്റ് നമ്പർ 1, 2, 4, 5 and 11 ആണ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. മീഡിയം ഈൽഡ് വന്നിട്ടുള്ള യൂണിറ്റ്സ് യൂണിറ്റ് നമ്പർ 3, 6, 7, 8, 9, 10 and 13 ആണ്. ലോ ഈൽഡ് ഒരൊറ്റ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് നമ്പർ 12 ആണ്. സോ നിങ്ങൾ മാക്സിമം യൂണിറ്റ് നമ്പർ 1, 2, 4, 5 and 11 ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നവ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് ഇൻ റീസെന്റ് എക്സാമിനേഷൻ സൈക്കിൾ റാങ്ക്ഡ് ബൈ ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ റാങ്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എക്കണോമി സൊസൈറ്റി റിലേഷൻഷിപ്പ് 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി കാണിച്ചിട്ടുള്ളത് 7 ആണ്. സെക്കൻഡ് വൺ, സോഷ്യലിസം ആൻഡ് സോഷ്യലിസ്റ്റ് മോഡൽ ആണ്. ഫ്രീക്വൻസി 6 ആണ് കാണിച്ചിട്ടുള്ളത്. തേർഡ് വൺ, മണി എക്സ്ചേഞ്ച് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഫ്രീക്വൻസി 5 ആണ് കാണിച്ചിട്ടുള്ളത്. ഫോർത്ത് വൺ, സബ്സ്റ്റാന്റിവിസം ആൻഡ് ഫോർമലിസം ആണ്. 5 ആണ് ഫ്രീക്വൻസി കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച്, അഗെയിൻ ഫ്രീക്വൻസി 5 ആണ് കാണിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എക്കണോമിക് സൊസൈറ്റി റിലേഷൻഷിപ്പ് ആണ്. പിന്നീട് സോഷ്യലിസം ആൻഡ് സോഷ്യലിസ്റ്റ് മോഡൽ ആണ് നോക്കേണ്ടത്. ബാക്കിയുള്ള 3ഉം ഫ്രീക്വൻസി 5 ആണ്. സോ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, കമ്പാരിറ്റീവ്ലി 7ഉം 6ഉം കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യുക. ദെൻ അതായത് നമ്മളുടെ ഈ PYQയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്യൂറേറ്റഡ് ഹൈലൈറ്റ്സ് ക്വസ്റ്റ്യൻസ് ഏതാണെന്നാണ് നമ്മൾ ഇനി ജസ്റ്റ് നോക്കുന്നത്. അതിന്റെ ഏത് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നവ എന്നുള്ളത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി 6 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഫയർ ഇമോജി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. Question number 1, discuss the relationship between society, culture and economy. Very important. Describe the views of Max Weber on the interrelation between economy and society. Third one, discuss the contribution of Talcott, Parsons and Smeltzer to the field of economic sociology. Fourth one, what is the Washington consensus? Discuss. ഈ ഫസ്റ്റും ഫോർത്ത് വൺ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിന്റെ ഫുൾ ആൻസർ, ബ്ലൂ പ്രിന്റ്സ് പ്ലസ് സ്കോറിംഗ് ഫ്രെയിംവർക്സ് എല്ലാം നിങ്ങളുടെ ലേൺവൈസിന്റെ ആപ്പിനുള്ളിലുണ്ട്, PYQA ബുക്ക്ലെറ്റിനുള്ളിലുണ്ട്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ആൻസേഴ്സും ചെക്ക് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ദെൻ നെക്സ്റ്റ്, ഫോർമലിസം ആൻഡ് സബ്സ്റ്റാന്റിവിസം 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. Question number 1, compare and contrast formalism and substantivism in economic sociology. Is the self-regulating market a myth? Discuss in the light of Polanyi's writing. നെക്സ്റ്റ്, ന്യൂ എക്കണോമിക് സോഷ്യോളജി 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ന്യൂ എക്കണോമിക് സോഷ്യോളജി? ഡിസ്കസ്. സെക്കൻഡ് വൺ, വാട്ട് ഡസ് മാർക്ക് Granovetter mean by the embeddedness of economy in social structure? Explain. Reciprocity and gift 2 questions ആണ്. അതിൽ 2ഉം ഇമ്പോർട്ടന്റ് ആണ്. What is reciprocity? Discuss its nature and various forms. Second one, discuss the concept of gift and the contribution of Marcel Mauss to its understanding. എക്സ്ചേഞ്ച് ആൻഡ് മണി 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ എവല്യൂഷൻ ഓഫ് മണി ഇൻ സൊസൈറ്റി ആസ് എ ഫോം ഓഫ് എക്സ്ചേഞ്ച്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കണ്ടംപററി ഫോം ഓഫ് എക്കണോമിക് എക്സ്ചേഞ്ച്. പാസ്റ്റോറലിസ്റ്റ് ആൻഡ് ഹോർട്ടികൾച്ചറിസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് പാസ്റ്റോറലിസം? Discuss the example. Second one, what is horticulture? Discuss its various types of divisions. Hunting and gathering ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. Describe the major characteristics of a hunting and gathering society with examples. Domestic mode of production ഒരു ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. What is domestic mode of production? Explain. Next one, peasant economy ആണ് പോർഷൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ മേജർ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെസന്റ് എക്കണോമി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ക്യാപിറ്റലിസം ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ നോഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഇറ്റ്സ് സാലന്റ് ഫീച്ചേഴ്സ്, ഡയമെൻഷൻസ്.
സോ ഇത്രയുമാണ് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് പ്ലസ് സ്കോറിംഗ് ഫ്രെയിംവർക്ക് അവൈലബിൾ ഇൻസൈഡ് ദ ലേൺവൈസ് PYQA ബുക്ക്ലെറ്റ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് ആൻസേഴ്സ് നിങ്ങളുടെ ലേൺവൈസ് ആപ്പിൽ ഉണ്ട്. ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് അവൈലബിൾ ഇൻസൈഡ് ലേൺവൈസ്. പ്രാക്ടീസ് സെറ്റ് A ഹൈ പ്രോബബിലിറ്റി പേപ്പർ. ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അറ്റംപ്റ്റ് എനി 20 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യനും വരുന്നത്. Question number 1. Discuss the relationship between society and economy with reference to the views of Durkheim and Weber. Question number 2. What is substantivism? Discuss with the reference to Karl Polanyi's work on embeddedness and the self-regulating market. Question number 3. What is reciprocity? Discuss its nature and different forms with suitable examples. Question number 4. Describe the evolution of money and its function in society. Practice set A. High probability paper continued. Question number 5. What is the domestic mode of production? Discuss the forces and relations of production within it. Question number 6. Discuss the major characteristics of peasant economy with reference to the Indian context. Question number 7. What is the socialist model of development? How does it differ from the capitalist model? Question number 8. Discuss the impact of globalization on Indian society with reference to its merits and demerits. Practice set B. Surprise study paper. Time വരുന്നത് 3 hours. Attempt any 20 marks each. Question number 1. Examine the contributions of George Simmel to the understanding of money economy and its social consequences. Question number 2. Compare and contrast formalism and substantivism as school of thought in economic sociology. Question number 3. Discuss the concept of gift as a social obligation with reference to the viewpoint of Marcel Mauss. Question number 4. Describe the major characteristics of hunting and gathering societies. How was their political organization structured? Practice set B. Surprise ready paper continued. Question number 5. What are the different forms of pastoralism? Discuss the problem faced by pastoralists in India. Question number 6. Explain the concept of primitive communism and its relationship to the domestic mode of production. Question number 7. Discuss the 3 stages of peasant movements in India with examples. Question number 8. What is Washington Consensus? Critically discuss its implications for developing countries. So, ഇനി നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. ഹൈ ലെവൽ ഫ്രെയിംവർക്ക് ഫോർ സ്ട്രക്ചറിങ് ആൻസേഴ്സ്. സോ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഇനി എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിംവർക്കിലൂടെയാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. ഫോർ മാർക്സ് 20 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യന് നിങ്ങൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് 500 മുതൽ 600 വേർഡ്സിലുള്ള ആൻസേഴ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എപ്പോഴും നിങ്ങൾ 2 to 3 സെന്റൻസസ് ആണ് ഉൾക്കൊള്ളിക്കേണ്ടത്. ഡിഫൈൻ ദ കൺസെപ്റ്റ്, key concept, establish why it matters, set the scope of your answer. ബോഡി പാർട്ടിൽ 4 മുതൽ 6 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. ഡെവലപ്പ് ഈച്ച് പോയിന്റ് വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. യൂസ് ടോപ്പിക് സെന്റൻസസ്. ഇൻക്ലൂഡ് എക്സാമ്പിൾസ് ഫ്രം SLM ഓർ റിയലിസ്റ്റിക് സിനാരിയോസ്. കൺക്ലൂഡ് പാർട്ടിൽ നിങ്ങൾ എപ്പോഴും 2 മുതൽ 3 സെന്റൻസസ് ആണ് ഉപയോഗിക്കേണ്ടത്. റേറ്ററേറ്റ് സിഗ്നിഫിക്കൻസ്, എന്താണ് അതിന് ഇവിടെയുള്ള സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നിങ്ങൾ കൺക്ലൂഡ് പാർട്ടിൽ എംഫസൈസ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഇംപ്ലിക്കേഷൻസ് ഓർ മോഡേൺ റെലവൻസും ഉൾപ്പെടുത്തണം. വളരെ കോൺഫിഡന്റ് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു കൺക്ലൂഡ് പാർട്ട് ക്ലോസ് ചെയ്യാനായിട്ട്. സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ആണ്. സോ എന്താണ് തിയറി ബേസ്ഡ് ആൻസേഴ്സ്, നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഡിഫൈൻ ദ തിയറി ക്ലിയർലി. ഹൂ, വെൻ, വാട്ട്, ആര് എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ അവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ കോർ കോമ്പോണൻറ്റ്സ്, സ്റ്റേജസ് യൂസിങ് SLM terminologies. Discuss practical application for managers. Address limitations or criticism. ഒരു പ്രത്യേക തിയറിക്ക് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. കണക്ട് ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറീസ്.
ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. സോ എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്, പ്രോസ്, കോൺസ്, ട്രേഡ് ഓഫ്സ് ഒക്കെ യൂസ് ചെയ്യാം. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പം ഡെപ്ത് ആൻഡ് ക്ലാരിറ്റിക്കാണ് അവിടെ എംഫസൈസ് ചെയ്യേണ്ടത്. ബ്രേക്ക് ഇൻ ടു കോമ്പോണന്റ്, ഷോ ഹൗ ദേ ഇന്റർകണക്ട്, വേറെ മറ്റുള്ള തിയറിയുമായി എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിനിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതായത് ഡിസ്കസ് എന്ന് വരുന്ന ക്വസ്റ്റ്യനിൽ ഒരിക്കലും നെവർ ടേക്ക് ആൻ എക്സ്ട്രീം പൊസിഷൻ ഇൻ ഡിസ്കസ് ആൻസേഴ്സ്, അക്നോളജ് ട്രേഡ് ഓഫ്സ്. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ എക്സാം ഹാളിൽ നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്. സോ എക്സാം ടൈമിൽ നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ റീഡ് ഓൾ ക്വസ്റ്റ്യൻ തെറോലി, നന്നായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് അവിടെ വേണ്ടത്. ഐഡന്റിഫൈ ദ വൺസ് യു ആർ ദ മോസ്റ്റ് കോൺഫിഡന്റ് അബൌട്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ സീരിയൽ നമ്പർ അഥവാ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ ജസ്റ്റ് ടിക്ക് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള 30 മിനിറ്റ് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതി തുടങ്ങാം. എപ്പോഴും നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നിങ്ങനെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ബോഡി എപ്പോഴും ഒരു 4 മുതൽ 6 പോയിന്റ്സിലായിട്ടാണ് ഉൾക്കൊള്ളേണ്ടത്. കൺക്ലൂഷൻ എപ്പോഴും വളരെ ലിമിറ്റഡ് ആയിട്ട് എഴുതുക. ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ എക്സാമിനായിട്ട് എഴുതേണ്ടത്. ദെൻ പിന്നീടുള്ള 6 മിനിറ്റ് എന്ന് പറയുന്നത് റിവ്യൂ ഈച്ച് ആൻസർ ഫോർ ക്ലാരിറ്റി. നിങ്ങൾ എഴുതിയതെല്ലാം കറക്റ്റ് ആണോ, നമ്പർ ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും വേർഡ്സ് മിസ്സിംഗ് ഉണ്ടോ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. സോ ഒരു ആൻസറിന് നിങ്ങൾ എപ്പോഴും 36 മിനിറ്റ്സ് മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടത്തുള്ളൂ. ദെൻ ഫൈനൽ 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. സോ ആ ടൈമിൽ നിങ്ങൾ ഫൈനൽ റിവ്യൂ ആണ് ചെയ്യേണ്ടത്, നിങ്ങൾ ആൻസേഴ്സ് എഴുതിയത്. സോ സ്മോൾ കറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ടൈമിൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ അത് കട്ട് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ അവിടെ ഒരു ക്വാണ്ടിറ്റിക്കല്ല, ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആൻസറിനാണ് നിങ്ങൾ ടൈം നൽകേണ്ടത്. അതായത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് 400 മുതൽ 500 വേർഡ്സ് അഥവാ 500 മുതൽ 600 വേർഡ്സ് വരെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ 800 വേർഡ്സ് വാരി വലിച്ച് 800 വേർഡ്സ് എഴുതിയിട്ട് കാര്യമില്ല. അതിന്റെ സ്ട്രക്ചറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്, അതിന്റെ പോയിന്റ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. Get the full worked answers, full step-by-step model answers for practice set A and set B, complete PYQA booklet with all answer blueprints, personalized guidance on answer presentation and exam strategy, access to additional high probability question packs. Enroll now at Learnwise. Call or WhatsApp 7592939616. വാട്ട് യു അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസ്. എന്തൊക്കെയാണ് ലേൺവൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അഥവാ ലേൺവൈസിൽ ഉള്ളത് എന്നുള്ളതാണ്. ഫുൾ വർക്ക് ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി, complete PYQA booklet with detailed answer blueprints for every question, extra high probability question packs curated from later sessions, structured guidance on answer presentation and scoring, mentor support to clarify doubts before the exam, access to the Learnwise advanced learning ecosystem. How to join? നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. Our team will guide you through enrollment and help you plan your preparation. So wishing you very all the best for your exam. Thank you so much. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.